1926 അലബാമയിലെ മൺറോവിൽ ജനിച്ച ഹാർപ്പർ ലീ വർണ്ണവിവേചനത്തിനെതിരെ തന്നെ തൂലിക കൊണ്ട് ശക്തമായി പോരാടിയ വ്യക്തി. അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ പുലിറ്റ്സർ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ഇംഗ്ലീഷ് നോവലായ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന നോവലിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പോസ്റ്റൽ ഡയറീസ്. 1960കളിൽ പുറത്തിറങ്ങിയ ഒരു കൃതി. ഇറങ്ങിയ സമയത്ത് തന്നെ ഈ കൃതി വളരെ വലിയ രീതിയിൽ വിറ്റുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു നോവല് ഇന്ന് അമേരിക്കൻ ക്ലാസിക്കുകളിൽ ഒന്നായിട്ട് കാണപ്പെടുന്നു. 1936 നമ്മുടെ ഓദറിന് 10 വയസ്സായിരിക്കെ അദ്ദേഹം താമസിച്ചിരുന്ന പട്ടണത്തിനടുത്ത് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ അവരുടെ കുടുംബത്തെയും അയൽക്കാരെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ കൃതിയിലെ വർണ്ണവിവേചനത്തെയും ബലാത്സംഗത്തെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഹാസ്യതയ്ക്കും ഊഷ്മളതയ്ക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല. നോവലിലെ ഖാദികയുടെ പിതാവായ ആറ്റിക്കസ് ഒരു വീരപുരുഷന്റെയും സത്യസന്ധതയുടെയും മാതൃകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1930 അമേരിക്കയിൽ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അന്നത്തെ കറുത്തവർഗക്കാരെയായിരുന്നു. അന്നത്തെ കറുത്തവർഗക്കാര് അവർ അനുഭവിച്ച ആ ഒരു പ്രശ്നങ്ങളും പീഡനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. വർണ്ണ വിവേചനങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള വീരപുരുഷന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോഴും നമുക്ക് ആർട്ടിക്കസ് എന്നുള്ള ഒരു പേര് നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. ഈ കഥയുടെ ഒരു ഇതിവൃത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കറുത്തവർഗക്കാരനായിട്ടുള്ള ടോം ഒരു വെളുത്ത വർഗക്കാരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് വരികയാണ്. അപ്പൊ ഈ കേസിന് ടോമിനെ പിന്താങ്ങുന്നതിന് വേണ്ടിയിട്ട് ആറ്റിക്കസിനെ നിയമിക്കുകയാണ്. അപ്പൊ ആറ്റിക്കസ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അവസാനം അദ്ദേഹം മനസ്സിലാക്കുന്നു ടോം നിരപരാധിയാണ് എന്ന്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും ആറ്റിക്കസിനെതിരെ തിരിയുകയാണ്. എന്നിരുന്നാലും അത്രയും വർണ്ണവിവേചനം കത്തിക്കയറിയ ആ ഒരു ടൈമിൽ പോലും വർണ്ണവിവേചനം മനസ്സിൽ വെക്കാണ്ട് ടോമിന് വേണ്ടി വാദിച്ച ആറ്റിക്കസിനെ ഇവിടെ ഒരു ഹീറോ എന്നുള്ള രീതിയിലാണ് മാറപ്പെടുന്നത്. അമേരിക്കൻ വർണ്ണവിവേചനത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒരുപക്ഷെ ആളുകൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ളത്. മരിക്കുന്നതിന് മുമ്പ് ഓരോ വ്യക്തിയും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ളത്. ഈ ഒരു പുസ്തകത്തെ ആസ്പദമാക്കി റിലീസ് ചെയ്തിട്ടുള്ള സിനിമ 3 ഓസ്കാറുകളാണ് നേടിയിട്ടുള്ളത്. ഈ പുസ്തകം 40-ലേറെ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 കോടിയിലധികം ഈ പുസ്തകം വിറ്റുപോയിട്ടുണ്ട്. അനേകം പുരസ്കാരങ്ങളും ഈ പുസ്തകത്തെയും രചയിതാവിനെ തേടിയെത്തിയിട്ടുമുണ്ട്. ഈ ഒരു പുസ്തകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ലീ എടുത്തത് 2.5 വർഷമാണ്. റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു പുസ്തകം പിന്നീട് പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ നിന്നും ഒത്തിരി വായനക്കാരെ പിന്നീടും ഈ ഒരു പുസ്തകത്തിനുണ്ടായി. ഇന്നും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നിലച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ഈ ഒരു പുസ്തകം നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങിച്ച് വായിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും